ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സൂപ്പുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? യെസ്, ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് സ്വീറ്റ് കോൺ ആണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ ചോളം എന്ന് പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നൊന്ന് കമൻ്റ് ഇട്ടേക്കണേ. ഒരു പ്രഷർ കുക്കറിലേക്ക് ആവശ്യത്തിലധികം വെള്ളം ഒഴിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കർ ഒന്ന് മൂടി വയ്ക്കുക. ഒരു 2 വിസിലോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചോളം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുക്കർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ സ്മെല്ലും അടിപൊളിയാണ്. ഈ ചോളം വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കോൺ ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഒരു 1/4 ഭാഗത്തോളം കോൺ ഗ്രെയിൻസ് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോൺ സ്റ്റോക്കില്ലേ, അതിലേക്ക് ഈ അരച്ചെടുത്ത കോൺ ഗ്രെയിൻസിനെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ക്യാരറ്റും 1/2 കുക്കുംബറും ഒരു ചെറിയ സവാളയുമാണ്. ഇത് മൂന്നും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ വലുതായിട്ട് അരിഞ്ഞു വെക്കരുത്, ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായി ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. അടുത്തതായി നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതും നന്നായി വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കുക്കുംബറാണ്. അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പെപ്പർ പൗഡറാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് സമയത്തോളം നമുക്ക് വേവിക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോൺ സ്റ്റോക്ക് ഒരു 3 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കോൺ ഗ്രെയിൻസും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച കോൺ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്ത് 5 മിനിറ്റോളം തിളപ്പിച്ചെടുക്കാം. ഈ കോൺ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റോളം അടച്ചു വയ്ക്കാം. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു 4 മിനിറ്റോളം വേവിക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് സെർവ് ചെയ്യുമ്പോൾ നമുക്കിതിൽ കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ക്രഷ്ഡ് ചില്ലീസ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സീസണിങ്സ് ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ഇട്ടേക്കുക. ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസിനായിട്ട് ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.